എന്താ രാജലക്ഷ്മി, എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് പുകഞ്ഞ് സ്വയം ഉരുകുന്നത് പോലെ? എന്താ ഇത്ര ആലോചന? ഏയ് ഒന്നുമില്ല കൈമളേട്ടാ. ചെറിയ കാര്യങ്ങൾക്കായാലും വെറുതെ നുണ പറയരുതെന്ന് താനാ എന്നെ പഠിപ്പിച്ചത്. അത്യാവശ്യം നുണയൊക്കെ പറയാൻ വശമുള്ള ഒരാളാ ഞാൻ. അതുകൊണ്ടാ താൻ എന്നെ പഠിപ്പിച്ചത്. ഇപ്പോ താൻ നുണ പറയുന്നു. എടോ, ഇണയും തുണയെന്ന് പറഞ്ഞാൽ ഷെയറിങ് തന്നെന്ന അർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഷെയർ ചെയ്താൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അമരത്തും താൻ അണിയത്ത് വരുന്ന തുഴഞ്ഞ് കരക്കടുപ്പിച്ചതാ ചെമ്പകമംഗലം വന്ന ഈ വഞ്ചി. കാറ്റും കോളും പെരുമഴയും ചുഴലിക്കാറ്റും ഒക്കെ ഒത്തിരി വീശി. എന്നിട്ടും മുങ്ങിത്താഴാതെ നാം ഇത്രത്തോളം എത്തിയില്ലടോ. താൻ പറയേ, എന്തിനാടോ ടെൻഷൻ? ചെയ്യാനുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ അതത് സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. രോഹിണി വന്ന് പിള്ളേരുടെ കല്യാണം ആചാരപ്രകാരം നടത്തുകയും ചെയ്തു. എന്നിട്ടും കുടുംബത്തിൽ അസമാധാനം. മീനാക്ഷിക്ക് ഒരു സ്വസ്ഥതയില്ലാത്തത്. എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടും പരദേവത കനിയുന്നില്ലല്ലോ കൈമളേട്ടാ. മനുഷ്യരുടെ ശരീരഘടനയൊക്കെ പരദേവതയെ പഠിച്ചിട്ട് എന്ത് കാര്യം രാജലക്ഷ്മി? എനിക്ക് കാർത്തിമോനോട് ഉപദേശിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവൻ മുത്തച്ഛാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവന്റെ അപ്പൂപ്പനാണ്. ആ മൈഥിലി എന്ന പെണ്ണിനെ ഈ വീട്ടിൽ കയറ്റിയതാ ഇപ്പോ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് അവളിൽ നിന്നാണ്. ഡിവോഴ്സ് കിട്ടും വരെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്നാ കാർത്തി പറയുന്നത്. നോൺസെൻസ്. മണ്ടത്തരവാവൻ ചിന്തിച്ചു കൂട്ടുന്നത്. ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. ഇതിനകത്ത് ഒരു സ്വസ്ഥതയില്ലല്ലോ എന്റെ ദൈവമേ. മരുന്ന് കഴിക്കുന്ന കാര്യം എന്താ രണ്ടാളും മറന്നുപോയോ? ഇത് അച്ഛന്, ഇത് അമ്മയ്ക്ക്. ഓ, ചെമ്പകമംഗലത്തിന്റെ മെഡിക്കൽ ഓഫീസർ, എന്തെല്ലാം തരികിടകൾ! അവളുടെ ഒരു സോപ്പിടലും. മാനസിക നില ശരിയല്ലെങ്കിൽ പിന്നെ മരുന്ന് കഴിച്ചിട്ട് എന്താ പ്രയോജനം? അമ്മയ്ക്ക് എന്തു പറ്റി? എന്തിനാ മനപ്രയാസപ്പെടുന്നത്? അവിടെ വല്ലാത്ത ടെൻഷനില്ല മോളെ. മീനാക്ഷിയുടെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലെന്നാ രാജലക്ഷ്മി പറയത്തെ. അത് അമ്മ പറയുന്നത് ഒരു പരിധിവരെ ശരിയാ. മീനാക്ഷിയുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അതിനി നമ്മൾ എന്താ ചെയ്യേണ്ടത് മോളെ? അമ്മേ, ഈ തറവാട്ടിലെ ഏതോ ഒരു മുത്തച്ഛന് ദൈവഹിതം പോലെ കിട്ടിയതല്ലേ ആ ഉടവാള്? ആ, അതന്ന് മീനാക്ഷിക്ക് കൊടുത്തെങ്കിലും കാരണവ പ്രീതിക്കുള്ള പൂജകളൊന്നും നടത്താതെ വാള് കൊടുത്തത്. അതങ്ങനെ കൈമാറിയതുകൊണ്ട് അതിൻ്റെതായ ആപത്തുകൾ വന്നു ചേരുകയും ചെയ്തു. നീ എന്തു വേണമെന്നാ മോളെ പറയുന്നത്? അമ്മേ, കാരണവ പ്രീതിക്കുള്ള പൂജയും ഉടവാൾ പൂജയും ഒരുമിച്ച് ഉടനെ നടത്തണം. ഓ, ഇതിനകത്ത് ഏത് നേരവും പൂജയാണല്ലോ എന്റെ ദൈവമേ. സർവൈശ്വര്യ പൂജ, ഉമാമഹേശ്വര പൂജ, ലക്ഷ്മി പൂജ, ഭൂമി പൂജ, അഗ്നി പൂജ. ഉടവാൾ പൂജ നടത്തി തറവാടിന്റെ അധികാരം ഇവിടുത്തെ മൂത്ത മകന്റെ മകളായ മീനാക്ഷിക്ക് കൈമാറണം. അതോടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്ന എന്റെ ഉറച്ച വിശ്വാസം. എന്നാ പിന്നെ അതിന് താമസം വേണ്ട. ആ കാര്യം ഉടനെ നടത്തണം. എന്റെ മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാ ആ ഉടവാള്. ആ ഉടവാൾ പൂജ എനിക്കൊന്ന് കാണണം. മീനാക്ഷി, എന്താ നീ ടെൻഷനോടെ നിൽക്കുന്ന? എന്റെ ടെൻഷൻ എന്താണെന്ന് എസ് പിക്ക് അറിയില്ല അല്ലേ?
ആ മൈഥിലിയുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം കഴിഞ്ഞില്ലേ? അതെങ്ങനെ കഴിയും? അവള് ചെറിയ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത്. അവൾ എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിനെ അക്കാര്യമാക്കിയത്. ഈ വീട്ടിൽ കടന്നു കയറി ഇത്രയും ദുഷ്ടത്തരം ചെയ്ത അവളോട് നിങ്ങൾ ക്ഷമിച്ചത് ഒട്ടും ശരിയായില്ല. എന്റെ മനസ്സിലെ പ്രശ്നം അത് തന്നെയാ. നിങ്ങളെന്താ മിണ്ടാ നിൽക്കുന്നേ? ഇതിന് നിങ്ങൾക്ക് മറുപടി ഒന്നുമില്ലേ? ഞാൻ ആലോചിക്കുന്നത് വൈഗമോൾ എന്തായാലും മൈഥിലി പ്രസവിച്ചതല്ലേ? എത്ര ദുഷ്ടയായാലും സ്വന്തം കുഞ്ഞിനോട് ഒരമ്മ അങ്ങനെ ചെയ്യോ? ഇത് തന്നെയാ ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം. എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അവളെ ന്യായീകരിക്കുന്നു. പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ ഒരു കീറപ്പായൽ ഉപേക്ഷിച്ച് പോയ ക്രിമിനൽ അവള്. ആ അവളെയാ നിങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിങ്ങൾ നിർത്തുന്നത്. അല്ല മീനാക്ഷി, ഞാൻ ഒരാളെ ന്യായീകരിച്ചൊന്നുമല്ല. എനിക്കറിയാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അവൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അവളെ വെറുക്കാൻ കഴിയില്ല. അതാണല്ലോ കണ്ടൊരുത്തന്റെ കൂടെ ഒളിച്ചോടി കുറെ നാള് ജീവിച്ച ശേഷം തിരിച്ചു വന്ന ഭാര്യയെ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിച്ചത്. നാണമില്ലാത്ത മനുഷ്യൻ. മീനാക്ഷി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോ ആരുടെ മെന്റൽ കൺട്രോൾ പോവും. ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ മൈഥിലിയാ. ഇവിടെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതായിരിക്കുന്നു. ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിക്കും. മീനാക്ഷി, കേട്ടില്ലേ? അവരുടെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ദേവി. എപ്പോഴതൊക്കെ തീരുക? അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിനിടയിൽ മൂന്നാമതൊരാൾ കടന്നുകൂടിയിട്ടുണ്ട്. അതാ ഈ പ്രശ്നം. ആ മൂന്നാമതൊരാൾ കാരണം ഒത്തിരി വിഷമിച്ചതാ കാർത്തി മീനാക്ഷി. കാർത്തിക്കിന് ഭ്രാന്ത് പോലെ വരികയും ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കി അവളെ ഇവിടുന്ന് ഒഴിവാക്കി കൂടെ ദേവി അവന്. ഇവിടുന്ന് താൽക്കാലികമായിട്ട് അവളെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ നിന്ന് അവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കണമെങ്കിൽ അവള് വിചാരിക്കണ്ടേ ജയേട്ടാ? എന്താ ദേവി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ ഒഴിവാക്കണമെങ്കിൽ എന്താ ഇത്ര പ്രയാസം? ഇവിടെ ഉള്ളവരെല്ലാം ഇത്രയ്ക്ക് വിഡ്ഢികളാണോ? അവൻ കാട്ടിക്കൂട്ടിയ വഴിവിട്ട ജീവിതത്തിന്റെ എല്ലാ തെളിവുകളും കോർട്ടിൽ സബ്മിറ്റ് ചെയ്താൽ പോരെ? സെക്കൻഡുകൾക്കുള്ളിൽ അവന് ഡിവോഴ്സ് അനുവദിച്ച് കിട്ടും. ശരിയാണ് ജയേട്ടാ. കാർത്തിമോന് പേടി കുട്ടിയെ കോടതി അമ്മയ്ക്കൊപ്പം വിടുവെന്നാ. കോടതി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം കുട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയവളാണ്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു പെണ്ണ് കാരണം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ മോള് തന്നെയാ, മീനാക്ഷി. അവൾ ഒത്തിരി കരഞ്ഞതും വിഷമിച്ചതുവാ. ഇനി എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ ദേവി. ജേട്ടൻ വിഷമിക്കാതെ. എന്തൊക്കെയായാലും കാർത്തി ഒരു ദുഷ്ടനൊന്നും അല്ലല്ലോ. വളരെ നല്ല മനസ്സിന്റെ ഉടമയല്ലേ, സഹാനുഭൂതിയുള്ളവനല്ലേ. സഹാനുഭൂതി, ആ വാക്ക് പറയരുത് ദേവി. ഞാൻ അകപ്പെട്ടു പോയതും അതേ സഹാനുഭൂതി എന്ന വികാരത്തില. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് പറ്റിയ ആ തെറ്റ് ഒരു വലിയ ചതിയുടെ ആരംഭമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദേവി. പെട്ടുപോയതാ ഞാൻ, പെടുത്തിയതാ എന്നെ. അക്കാര്യം പറഞ്ഞ് വേദനിക്കരുത് ചേട്ടാ. ചില ചതികളിൽ നമ്മൾ ചെന്ന് പെടുന്നത് ദൈവത്തിന്റെ അറിവോടുകൂടി തന്നെയാ. പറ്റിപ്പോകുന്ന ചില തെറ്റുകൾ ഭാവിയിലെ വലിയ ശരികളായി മാറ്റാനാ. എന്റെ ഉറക്കമില്ലാത്ത രാത്രികളും ഞാൻ ഒഴുക്കിയ കണ്ണീരും അതിന് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ കോമ്പൻസേഷനാ.
എന്റെ മോൾ മീനാക്ഷി. കരഞ്ഞു തകർന്നവരാരെയും ദൈവം ചിരിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദേവി, ജേട്ടൻ വിഷമിക്കരുത്. ജേട്ടൻ ചെയ്തത് തെറ്റല്ല. പ്രസവിക്കാൻ പറ്റാത്ത എനിക്ക് ഒരു കുഞ്ഞിന് തരണമെന്നത് ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. അത് നിറവേറ്റാൻ ദൈവം മാധുരിയെ കൊണ്ടുവന്നു. ജേട്ടൻ ഒരു കുറ്റബോധവും വേണ്ട. ജേട്ടനോട് നന്ദി പറയേണ്ടത് ഞാനല്ലേ? എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്ക. ഈ ദേഷ്യം ഒന്ന് മാറ്റണമല്ലോ. ദേഷ്യം ഇതുവരെ മാറിയില്ലേ? എന്തായാലും ദേഷ്യപ്പെടുമ്പോ കാണാൻ എന്തൊരു ഭംഗിയാ. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മനസ്സും രണ്ട് ശരീരമുള്ള മനുഷ്യർ. അവരൊന്നാ. അവര് തമ്മില് സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടാവും. ആ പിണക്കങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രണയകലഹമെന്ന. പ്രണയകലഹത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് മങ്കികളാവും. ആ മങ്കികൾ പരസ്പരം പിച്ച് മാന്തുമൊക്കെ ചെയ്യും. നല്ല കുടുംബജീവിതത്തിനിടയിൽ ഇത്തരം കുരങ്ങ് കളികൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഏത് പ്രണയകലഹമാണെങ്കിലും 5 മിനിറ്റിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്തരം സൗന്ദര്യ പിണക്കങ്ങളിൽ ആരെങ്കിലും ഒരാള് ക്ഷമിക്കണമെന്നാ അതിന്റെ ഒരു രീതി. ഈഗോ ഉള്ളവര് ഇത്തരം വഴക്കുകൾ നീട്ടിക്കൊണ്ടുപോകും. ഈഗോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. അല്ല ACP. ACP അല്ല, ഏട്ടൻ. അല്ല ഏട്ടാ, ഇങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ മനസ്സ് വേദനിക്കാറില്ലേ? യെസ്, മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷേ ആ പിണക്കം കഴിഞ്ഞുള്ള പ്രണയത്തിന്റെ മധുരം ഓർക്കുമ്പോ ആ വേദന ഒരു പ്രശ്നമല്ലാതെയാവും. എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന് ചിന്തിച്ചാ മതി. പിന്നെ എന്ത് പിണക്കം? ദേവി, ദേ അത് കണ്ടോ, ഒരു അത്ഭുതം. അത് അത്ഭുതമല്ല, അതാണ് ജീവിതം. അതാണ് നമ്മുടെ മക്കൾ. വാ ചേട്ടാ. ആ. അല്ല, ചാറ്റൽ മഴയായിരുന്നോ? അല്ല, പെട്ടെന്ന് തോർന്നോണ്ട് ചോദിച്ചതാ. എന്താ അമ്മ ചോദിക്കുന്നേ? മഴയോ? എപ്പോ? നിങ്ങളുടെ വഴക്ക് ഒരു ചാറ്റൽ മഴ പോലെ ആയിരുന്നു എന്നാ ദേവി ചോദിച്ചത്. ആ. ഓരോരോ ചെറിയ കാര്യങ്ങളിൽ വഴക്കില്ലെങ്കിൽ ലൈഫ് വല്ലാതെ ബോറടിക്കില്ലേ വല്യമ്മാവ? അതുകൊണ്ട് ഞാനും മീനാക്ഷിയും ചേർന്നുള്ള ഒരു ഒത്തുകളിയാ ഈ വഴക്ക്. ഒരു അഡ്ജസ്റ്റ്മെന്റ്. മാരാരെയാ അവൻ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്നത്. ആ
എന്തായാലും വഴക്ക് കഴിഞ്ഞ ദമ്പതികളെ കാണാൻ നല്ല രസാ. അതെ അതെ, ഈ അന്തിക്ക് വിരിഞ്ഞ രണ്ട് പൂക്കളെ പോലെയാ. വായിട്ട് നമുക്ക് പോവാം. ഏ ഏട്ടനോ? എങ്ങനെ? എപ്പോ? ജേട്ടാ, ദേ ഏട്ടൻ. ഓ ഓ ഓ ഓ ഉം. ഏട്ടൻ കൊള്ളാം. ഒന്ന് പോവാമ്മ, കളിയാക്കാതെ. ഹലോ, നാണിച്ചു പോവാണോ? അല്ല, കുഞ്ഞിന് പാലെടുക്കാൻ ആ പോവാ. ആ ആ. മിൽക്ക് പൗഡറൊക്കെ എന്റെ മുറിയില. കുഞ്ഞിനുള്ള പാല് ഞാൻ തിളപ്പിച്ചുതരാം. നിങ്ങള് പൊയ്ക്കോ. ഏട്ടനും ഏട്ടത്തിക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നൈറ്റ്. വാ. മക്കൾ ഇങ്ങനെ പോകുന്ന കാണാൻ എന്ത് സന്തോഷ അല്ലേ ചേട്ടാ? അതെ, നമ്മള് ഭാഗ്യമുള്ളവരാ. ഏത് പ്രശ്നവും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു കഴിവ് എന്റെ അനന്തരവനുണ്ട്. കണ്ടില്ലേ എത്ര പെട്ടെന്നാ അവൻ ആ പ്രശ്നം കോംപ്രമൈസ് ആക്കിയത്. അതെ, ഇങ്ങനെ ആയിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. ഉം. ചേട്ടാ, എന്താ? ഞാൻ ഓർക്കുമായിരുന്നു മാധുരിയായിട്ടുള്ള ജീവിതം. ഒരു പിണക്കമുണ്ടായ അത് പിന്നെ ഒരു വഴക്കായി ആ പ്രശ്നം മാസങ്ങളോളം നിലനിന്നു പോരുന്നു. ഇഷ്ടമില്ലാത്തതൊന്നും ഓർക്കരുത് ചേട്ടാ. മാധുരിക്കുണ്ടായിരിക്കുമല്ലോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ. അത് മാത്രം ഓർക്കുക. ഛേ, എന്നാലും അമ്മയുടെ അച്ഛന്റെ മുൻപിൽ നിന്ന് ഞാൻ നല്ല സൂപ്പറായിട്ട് ചമ്മി. അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കാനാ? നീ എന്താ മീനാക്ഷി ഇങ്ങനെ? നീ കൊച്ചുകുട്ടി വല്ലതുമാണോ? നിന്റെ ഡാർലിംഗ് ആയ ഈ ഹസ്ബൻഡിനെ നീ ഏട്ടാന്ന് വിളിച്ചു. അതൊരു തെറ്റാണോ? ഭർത്താവിനെ പിന്നെ ഭാര്യ വിളിക്കേണ്ടത് എടാ 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 എന്നാണോ? അതല്ല, ഇത്രയും നാളും ഞാൻ ACP എന്നാ വിളിച്ചോണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ കയറി ഏട്ടാന്ന് വിളിച്ചപ്പോ എന്തോ ഒരിത് അവർക്ക് തോന്നിക്കാണും. അവർക്ക് ഒരിതും തോന്നിക്കാണില്ല. നമ്മുടെ സന്തോഷം കണ്ട് അവര് മതി മറന്ന് സന്തോഷിക്കും. നീ എന്താ മീനാക്ഷി ഇങ്ങനെ പഴയകാല തറവാട്ട് പെണ്ണുങ്ങളെ പോലെ? ഇന്നത്തെ പെൺകുട്ടികളെല്ലാം വളരെ മോഡേണാ. ആ, എനിക്ക് ഇത്രയൊക്കെ മോഡേൺ ആവാനേ പറ്റൂ. ഓ, ഉടനെ അങ്ങ് സീരിയസ് ആയി. ഈയിടെയായിട്ട് പെണ്ണിനെ ഒരല്പം ദേഷ്യം കൂടുതലാ. അതിനുള്ളൊരു മെഡിസിൻ ഞാൻ തരാം. ACP എന്ന ഡോക്ടറായത്? ആ, ഒരു ഡോക്ടറെ കെട്ടണമെന്നായിരുന്നു എന്റെ മോഹം. ആ, എന്ത് ചെയ്യാം, തലയിൽ വന്ന് വീണത് യാതൊരു മയവും ഇല്ലാത്ത ഒരു 1.5 പോലീസ്. പോലീസ് മുറയൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. വരട്ടെ, പതുക്കെ തുടങ്ങാം. അല്ല, എന്താ അടുത്ത വഴക്ക് സ്റ്റാർട്ട് ചെയ്താണോ? എപ്പോഴും എപ്പോഴും വഴക്കിടാൻ ഞങ്ങളെന്താ കവലച്ചട്ടമ്പികളാണോ ദേവമേ? ആ, പിന്നെ മോനെ,
മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ ദൈവമേ പറയൂ. അതായത് നാളെ ഇവിടെ ഒരു ഉടവാൾ പൂജ നടക്കുന്നുണ്ട്. ഉടവാൾ പൂജയോ? അതെന്താ പൂജ? അതായത് കുടുംബത്തിന്റെ ഐശ്വര്യമായ ഉടവാള് കാരണവ പ്രീതിക്ക് വേണ്ടി പൂജിക്കുന്ന ഒരു ചടങ്ങാണ് ഉടവാൾ പൂജ. അപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പൂജ നടന്നല്ലോ. അന്ന് കാരണവ പ്രീതിക്ക് വേണ്ടിയുള്ള പൂജ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ പൂജ നടത്തി തറവാടിന്റെ ഭരണം ഒരു ചടങ്ങെന്ന പോലെ മീനാക്ഷിയെ ഏൽപ്പിക്കണം.